ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? നോക്ക്, ഒരു നേർരേഖയാണിത്. ഈ ഒരു ഗ്രാഫ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഇതിനുടമയായ ഒരു മനുഷ്യൻ ചിരിച്ചിരുന്നു, കരഞ്ഞിരുന്നു, സാമൂഹിക സാഹചര്യങ്ങളും ജീവിത പ്രശ്നങ്ങളും ഓർത്ത് വിഷമിച്ചിരുന്നു. ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളുടെ പേരിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിരുന്നു. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവൻ്റെ തരി പോലും കണ്ടെത്താൻ പറ്റാത്തൊരു ശൂന്യതയിലേക്ക് ഈ മനുഷ്യൻ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇതൊരു ദിവസമാണ്, ഒരു നിമിഷമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നാം ആരായിരുന്നാലും ശരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ കാത്തിരിക്കുന്നൊരു നിമിഷമാണ്. ഇതിനങ്ങോട്ട് വെറും ശൂന്യതയാണ്, വെറും ശൂന്യത. ജനിച്ച അന്ന് തൊട്ട് അല്ല അതിനു മുമ്പേ തൊട്ട് മിടിക്കാൻ തുടങ്ങിയ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിശ്ചലമായ നിമിഷമാണിത്. നാം മരിച്ചു പോകുന്ന നിമിഷം. ഇതുപോലെ മറ്റൊരു നിമിഷം ഉണ്ടായിരുന്നു. അനന്തമായൊരു ശൂന്യതയിൽ നിന്നും നാം എന്നൊരത്ഭുതം, ജീവൻ, ഭൂമിയിൽ നിലനിൽക്കുന്നൊരു ജീവനായി നാം ഉദിച്ചുയർന്ന ദിവസം, എന്നിട്ട് നാം പിറന്നു വീണ ദിവസം. ആ പിറവിക്കും ഈ ഒരു നിശ്ചലതയ്ക്കും ഇടയിൽ നമുക്ക് ഇപ്പോൾ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹൃദയം, ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മസ്തിഷ്കം, മറ്റെല്ലാ അവയവങ്ങളും, നമ്മുടെ ഓരോ കോശങ്ങളും, ഇതിൻ്റെയൊക്കെ പ്രവർത്തനം ഒരു മഹാത്ഭുതമാണ്. നമ്മുടെ ഓരോന്നും മഹാത്ഭുതമാണ്. നമ്മുടെ ജീവൻ അത്ഭുതമാണ്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയം മഹാത്ഭുതമാണ്. ഇത് അത്ഭുതകരമാവുന്നത് എപ്പോഴാണെന്നറിയോ? ഇതിന് നമ്മളൊരു മൂല്യം കൽപ്പിച്ച്, മറ്റുള്ള മനുഷ്യന്മാർക്ക് ദ്രോഹം വരാതെ, മറ്റു മനുഷ്യന്മാരോട് അനീതി കാണിക്കാതെ, മറ്റുള്ളവരെ എല്ലാം സ്നേഹിച്ച് അറിവ് നേടാൻ, മറ്റെന്തൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ, ആരോഗ്യത്തോടെ ജീവിക്കാൻ, നന്നായി ഉറങ്ങാൻ നമ്മൾ ഈ സമയം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവനും ഇത്രയും നാൾ മിടിച്ച ഹൃദയത്തിൻ്റെ ഒരു അവസാന നിമിഷം നമുക്ക് അനുഭവിച്ചറിയാറുണ്ട്. നാം ഇല്ലാത്തൊരു ശൂന്യതയിലേക്ക് നമ്മൾ പ്രത്യക്ഷപ്പെടുന്ന നിമിഷത്തിൻ്റെ മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കാൻ ഉപയോഗിക്കാതെ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് ഉപയോഗിക്കുക. നാം കേട്ടും വളർന്നവരും നാം ചരിത്രത്തിൽ പഠിച്ചവരും നമ്മുടെ പാരമ്പര്യവും എല്ലാം ഒരു കാലത്ത് ഇതുപോലെ സ്പന്ദിക്കുന്ന ഹൃദയങ്ങളുമായി അവരുടെ സമയങ്ങളിൽ ജീവിച്ചു പോയവരാണ്. മനസ്സിലായില്ലേ? ഒരു മഹാത്ഭുതമാണത്. ഏതെങ്കിലും ഒരു സമയത്ത് ജീവിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാത്ഭുതമാണ്. പിറക്കാതെ പോയ ബീജങ്ങളോട്, പിറക്കാതെ പോയ അണ്ടങ്ങളോട് ഒരുപക്ഷെ നമുക്ക് ചോദിക്കാൻ ഇടപെട്ട് കഴിഞ്ഞാൽ അവർ നമ്മോട് പറയും, ഇത്രയും വലിയൊരു മഹാഭാഗ്യം ലഭിച്ച നീയാണോ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അത് ഞങ്ങൾക്കൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അവർ പറഞ്ഞേക്കാം. അവസരം കൊടുക്കരുത്, നമ്മൾ ജീവിക്കണം. മരണം ഈ നിമിഷം വരികയാണെങ്കിലും ആ നിമിഷത്തിൻ്റെ പിറകോട്ട് നമ്മൾ ബാക്കിയാക്കുന്ന നമ്മുടെ ലിഗസി, നമ്മുടെ ചരിത്രം, പാരമ്പര്യം, നാം ഇവിടെ ജീവിച്ചതിൻ്റെ സ്മരണകൾ, നാം ഇവിടെ ജീവിച്ചതിൻ്റെ പാഠങ്ങൾ, നാം മറ്റു നൽകിയ സ്നേഹങ്ങൾ, അതിവിടെ ബാക്കിയാവണം. നാം അവർക്ക് പറഞ്ഞ അറിവുകൾ, ഇതൊക്കെ ബാക്കിയാവണം. ക്രിയേറ്റീവായിട്ട് ജീവിക്കുക, ജീവിതത്തിന് അർത്ഥം കൽപ്പിച്ചുകൊണ്ട്, സമയം നഷ്ടപ്പെടാതെ ജീവിക്കുക. ബി ഹെൽത്തി. ബൈ.